നിനക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ മധ്യവർത്തി നബിയാക്കണം. എന്നാ നിനക്ക് വളരാം, അള്ളാഹിന്റെ മാർഗത്തിൽ വളരാം. നിന്റെ മധ്യവർത്തി ആരാകണം? പറയാം, അള്ളാഹുവിലേക്കുള്ള നിന്റെ മധ്യവർത്തി ആരാകണം? ഹബീബായ നബിയാകണം. അതല്ലേ റസൂലുള്ളാഹ്, അള്ളാഹിന്റെ പ്രതിനിധിയല്ലേ പിടിക്കണ്ടേ? ഹബീബായ നബിയുടെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കൽ കൊണ്ട് സ്വലാത്തിനെ പെരുപ്പിക്കുക എന്നത് അള്ളാഹുവിനെ അറിയണമെന്ന് ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുകയാ വേണ്ടത്? സ്വലാത്തിനെ പെരുപ്പിക്കണം. ഏറ്റവും നല്ല സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹയാണ്. വേറൊന്നും പറ്റും, ഏറ്റവും നല്ലത് സ്വലാത്തുൽ ഫാത്തിഹ. അതാണ് ഏറ്റവും വലിയ നിധി. അതാണ് ഏറ്റവും വലിയ വഴി. ഏറ്റവും വലിയ അഗാധമായ ചിപ്പിയിൽ അടക്കപ്പെട്ട മുത്താണത്, രത്നമാണത്, നിധിയാണത്, പുറത്തെടുക്കാത്ത നിധിയാണത്. അത് വലിയ നിധിയ. ഏത് പറയും? അള്ളാഹുവിനെ ഏറ്റവും ചൊവ്വായ നിലക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും അത് തന്നെയാണ്. സ്വലാത്തുൽ ഫാത്തിഹയിൽ 3 മർത്തബകൾ ഉണ്ട്. മർത്തബത്തുൽ ളാഹിറ, മർത്തബത്തുൽ ബാത്തിന, മർത്തബത്തുൽ ബാത്തിനത്തിൽ ബാത്തിന. 3 മർത്തബുണ്ട് സ്വലാത്തുൽ ഫാത്തിഹയിൽ. ഒന്ന് ളാഹിറത്ത്, ഒന്ന് ബാത്തിനത്ത്, ഒന്ന് ബാത്തിനുൽ ബാത്തിനത്ത്. ഒന്ന് പുറം, ഒന്ന് ഉള്ള്, ഒന്ന് ഉള്ളിന്റെയും ഉള്ളു. എങ്ങനെ പൊങ്ങണം അതിനനുസരിച്ച് അള്ളാഹു എന്നെ കയറ്റി തരും. ഞാൻ തിജാനിയാന്ന് പറഞ്ഞിട്ട് ബയ്യാത്ത് വാങ്ങിപ്പോയി, പിന്നെ ഒരു പണിയെടുത്തില്ല. തിജാനിയാന്ന് പറഞ്ഞാണ് പോയി, പിന്നെ ഒരു പണിയെടുത്തില്ല, കഴിഞ്ഞ്. മനസ്സിലായില്ലേ? നീ നിന്റെ വിറുത് കൃത്യമാക്കുക, വളീഫ കൃത്യമാക്കുക. തിജാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വിറുദു സബാഹി ഒരു 15 മിനിറ്റ്, വിറുദുൽ മസായി 15 മിനിറ്റ്, പിന്നെ വളീഫ എന്നൊരു അമലുണ്ട് 24 മണിക്കൂറിൻ്റെ ഇടയിൽ. പിന്നെ വെള്ളിയാഴ്ച അഫ്ദൽ ഔഖാത്ത്, വെള്ളിയാഴ്ച അസറിന്റെ ശേഷം മഗ്‌രിബിന് മുമ്പായി തഹ്ലീൽ കഴിഞ്ഞു. ബാക്കി നേരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എല്ലാ ഫർളുകളും വീട്ടുക. പിന്നെ ഇക്സാറുൻ നവാഫിൽ സുന്നത്തിനെ പെരുപ്പിക്കുക, ഖുർആൻ ഓതുക. പിന്നെ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പെരുപ്പിക്കേണ്ട കാര്യമാണ് എന്ത്? ഇക്സാറു സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. ഉള്ള നേരം മുഴുവൻ റസൂലുള്ളാഹിക്ക് സ്വലാത്തില്ല. അതിന് പല മർത്തബകളുണ്ട്. ലാഹിറത്തുണ്ട്, ബാത്തിനത്തുണ്ട്, ബാത്തിനത്തുണ്ട്. 3 മർത്തബ അങ്ങനെ കയറ്റും. എനിക്ക് ഇഖ്ലാസ് ഉള്ളതിനെ അനുസരിച്ച്. ومرتبته الظاهرة تستغرق أعمال جميع الأفراد الكائنات من أول العالم إلى آخرها. ഈ ദുനിയാവിലെ സകല അമലിൻ്റെയും കൂലി സ്വലാത്തുൽ ഫാത്തിഹ പെരുപ്പിച്ചാൽ നിനക്ക് ലഭിക്കും. ومرتبته الباطنة تستغرق أسرار بطون العالم من أولها إلى آخرها. ലോകത്തെ രഹസ്യങ്ങളെല്ലാം നിനക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയും. ومرتبتها باطنة ഉള്ളിൻ്റെ ഉള്ളി എന്ന മർത്തബുണ്ട്. അത് സിറുൽ അഅ്ലമുല്ലദി വഗായത്തുൽ ഗായാത്തി. അത് ഒരു രഹസ്യമാണ്. അത് ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. فعليك يا أخي بالإكثار من هذه الصلاة في سائر الأوقات الليلية والنهارية. പകലും രാവും മുഴുവനും നീ എന്ത് ചെയ്യ്? സ്വലാത്തുൽ ഫാത്തിഹയെ പെരുപ്പിക്ക്. ولازم 500 من صلاة الفاتحة لما أغلق بعد العشاء الأخير قبل النوم. ഞാൻ രഹസ്യം പറഞ്ഞുതരാണ്. ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളുടെ രഹസ്യം എനിക്ക് കിട്ടിയ രഹസ്യമാണെന്നും ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. ഇശാ നിസ്കരിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. ഇശാ നിസ്കരിക്കുക എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് നീ 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല എന്ന്. സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം, സഹറിന്റെ നേരത്ത് സുഹൂറിന്റെ നേരത്തും നീ അപ്രകാരം 500 ചെല്ലുക. അതായത് ഉറങ്ങുന്നതിന് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. പിന്നെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. ശേഷവും 500 സ്വലാത്തുൽ ഫാത്തിഹ ഇല്ല. എന്നിട്ട് നീ നിയ്യത്ത് ചെയ്യുക, അന്നക തുസല്ലി അലൻ നബിയിൽ മുസ്തഫ ഇംതിസാലൻ ലിഅംരി റബ്ബിക വഇജ്ലാലൻ വതഅളീമൻ വമഹബ്ബതൻ ലാ ഗൈറു ദാലിക. പാസ്പോർട്ട് കിട്ടാനല്ല, ലാഭം കൂടി കിട്ടാനല്ല, ഒന്നും നിയ്യത്ത് ചെയ്യണ്ട. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്തിന്റെ കൽപ്പനയ്ക്ക് ഉൾപ്പെട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നീ നിയ്യത്ത് ചെയ്യുക. വേറൊന്നും നിയ്യത്ത് ചെയ്യരുത്. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി, ഇതിന്റെ മേൽ ഒരാൾ നിത്യമായാൽ ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി, അതതിന്റെ ആളുകളിൽ നിന്ന് സമ്മതം വാങ്ങി ചെയ്താൽ യുഫ്തഹു അലൈഹി, അവന്റെ മേൽ ഫുതുഹുൽ ആരിഫീൻ ലഭിക്കും. അവനെ തുറന്നിട്ടു ആകാശഭൂമിയൊക്കെ. ലാ മഅല, സംശയിക്കണ്ട.
ബിഹൗലില്ലാഹി വഖുവ്വതിഹി, അല്ലാഹുവിന്റെ ഹൗല ഖുവ്വത്ത് കൊണ്ട് ഒരിക്കലും അതിന് സമ്മതം വാങ്ങുക അതിൻ്റെ അകലുകാരിൽ നിന്ന് ചെല്ലാൻ. പിന്നെ ആകാശം വാനം ഒക്കെ തുറന്നോർ മലക്കൂട്ടിൽ രാജാളിയെന്നോറ്. പിന്നെ നിനക്ക് ആകാശലോകം തുറന്നിട്ടു സമ്മതം വാങ്ങി ചെയ്യാം. എങ്ങനെ? ഇശാ നിസ്കരിച്ചിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ്, പിന്നെ വെളുപ്പാങ്കൽ തെണീറ്റിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ്, പിന്നെ സുബഹയുടെ വിരുദ് ഇത് തിജാനി ചെയ്യേണ്ടതാണ്. അതിന് തിജാനി ആകണം. വിരുദ് സുബാനല്ലോ. മനസ്സിലായില്ലേ? തിജാനി മാർഗം സ്വീകരിച്ച് നിനക്ക് റബ്ബിനെ കിട്ടണോ? അതിനെല്ലാവരും മാരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരക്കണം. മാരിഫത്തിട്ടാൻ വേണ്ടി ദ്വാരനാ പോരല്ലോ, എടുക്കണ പണി എടുക്കണേ. നിനക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്നൊരാൾ ദ്വാരനാ മതി. ഇജ്ജ് ദ്വാരനാ മതി കുട്ടീനോ? അല്ല, ഒരാൾ പറഞ്ഞു കുട്ടിണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം, കുട്ടിണ്ടാകാൻ വേണ്ടി ദ്വാരക്കണേ, ദ്വാരക്കാം. പക്ഷെ ദ്വാരനോട് കുട്ടി ഉണ്ടാവില്ല. അപ്പം ബ്രോക്കറെ കാണണം, ബ്രോക്കറോട് പറയണം അത്യാവശ്യം തെറ്റില്ലാത്തൊരു ദീനി യാത്രമായിട്ടൊന്ന് നമുക്കൊരു പെൺകുട്ടിനെ കിട്ടേണ്ടി. ആയിക്കോട്ടെ, ആദ്യം 500 രൂപ ചെലവുണ്ട്. ബ്രോക്കറെ പോക്കറ്റിൽ 500 പെട്ട് കൊടുക്കണം. എന്നാലേ മുപ്പതിനെ മെനക്കിടാനുള്ളൂ. മുപ്പര കയ്യിൽ വേറെ പോട്ടുണ്ടാവും, അതിന് പിന്നാലെ പോകും. മനസ്സിലായില്ലേ പറഞ്ഞു? ആദ്യത്തെ പ്രഥമമായ ഏൽപ്പിക്കലിൽ തന്നെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ബലിനനുസരിച്ചൊക്കെ കൊടുക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എത്ര തരുന്നവരോട് പറയണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് പോയി കാണണം, നിശ്ചയം ഉണ്ടാക്കണം, കല്യാണം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ ശാരീരികമായ ബന്ധം പുലർത്തി ബാക്കി ആരുടെ കയ്യിലാണ്? അല്ലല്ലാ എന്നെ ഈർക്കണ പണിയെടുത്തു. എവിടെയും പോലെ ഒത്തേ പള്ളി കിടന്നാണ് കാര്യം. കുട്ടീനാണേ ഒത്തേ പള്ളി കിടന്ന കരിഞ്ഞിട്ട് കാലം വരെ ആക്കും. കുട്ടീനിട്ടില്ല. കുട്ടി അല്ലെങ്കിൽ പിന്നെ പാറമ്മ ഒരു കുട്ടി പൊട്ടി മുളക്കുകയും അതിനെ ഏറ്റി കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പാറമ്മ പൊട്ടി മുളച്ച കുട്ടിയെ പറ്റി ഞാൻ കാലം വരെ കേട്ടിട്ടില്ല. എടുക്കേണ്ട പണി എടുക്കണം. എല്ലാവർക്കും ചില ആളുകളെ നമ്മൾ കാണും. അതേ മാരിപ്പത്ത് കിട്ടാൻ ദ്വാരക്കണം. മാരിപ്പത്ത് അടുത്ത പള്ളിയിലുണ്ടോ ഒന്ന് വായിക്കും. അവിടുത്തെ എല്ലാ ജീവിച്ചിട്ടുണ്ട് മാരിപ്പത്ത്. മാരിപ്പത്ത് എന്ന പേരിലൊക്കെ ബിസ്ക്കറ്റും കേക്കും ഒക്കെ അടുത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നല്ല നല്ല പേരുകളിലാണ് ഇപ്പോൾ കേക്ക് പേരൊക്കെ. ദൈവം എന്ന പേരിലുള്ള ബിസ്ക്കറ്റ് ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ പേര് ദൈവം. ദൈവം എന്ന പേരിലുള്ള ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം എന്ന പേര് ബിസ്ക്കറ്റ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ബിസ്ക്കറ്റ് പാക്കിന്റെ പേര് ദൈവം. ഇനിയിപ്പോൾ അതിനും വലിയൊരാളില്ലല്ലോ. അപ്പൊ മാരിപ്പത്ത് പാക്കിക്കത്ത് ഒക്കെ പേരിൽ ഇനി ബിസ്ക്കറ്റും കേക്കും ഒക്കെ നല്ല പതുപതുപ്പുള്ള കേക്കും ബിസ്ക്കറ്റും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് മാരിപ്പത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണമെങ്കിൽ ഒരു 10-25 ഉറുപ്പ്യം കൊണ്ട് അടുത്ത പീടി കരിയാണ്ട് അവിടുന്ന് ആ പീടിയിലുണ്ടാവും ചിലപ്പോൾ മാരിപ്പത്ത് എന്ന പേരുള്ള കേക്ക് ഒക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. മക്ക എന്ന പേരിലും മദീന എന്ന പേരിലൊക്കെ പിന്നെ വണ്ടിയിൽ അതിൽ കരി കുത്തുന്ന മദീന തെറ്റും. മദീന, ഹോട്ടൽ മദീന. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ മദീന. ഹോട്ടൽ മദീന അല്ലാത്തൊരു നാടൻ. അവിടെ കയറി ചായ കുടിച്ചാൽ മദീന തെറ്റും. അപ്പൊ മാരിപ്പത്ത് നിനക്ക് കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? തിജാനി മാർഗം സ്വീകരിക്കണം. എന്നിട്ട് ഈ അമലുകളൊക്കെ ചെയ്യണം. എന്നിട്ട് അതിന്റെ മേലെ എങ്ങനെ ചെയ്യണം? എന്ത്? ഇശാന്റെ ശേഷം ഉറങ്ങുന്നതിന് 500 സ്വലാത്തുൽ ഫാത്തിഹ് ചെല്ലുന്നവർക്കൊക്കെ നിസ്സാരാണത്. ചെല്ലി തരും. തുടക്കത്തിൽ ബുദ്ധിമുട്ട്, പ്രശ്നം ഉണ്ടാവില്ല. തോണ്ടാൻ നേരം കിട്ടൂല. തോണ്ടുന്ന നേരം കുറയും. ഇതൊക്കെ നമ്മൾ തോണ്ടുന്ന നേരമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കാര്യമായി എടുക്കണ പണി എന്താ? തോണ്ടല്. അതിന് നേരം കിട്ടൂല. പിന്നെ സുഹൂറിന്റെ സമയത്ത് എണീറ്റിട്ട് വീണ്ടും 500 സ്വലാത്തുൽ ഫാത്തിഹ്. പിന്നെ വിർദു സ്വബാഹി, തിജാനികളുടെ വിർദു സ്വബാഹി ചൊല്ലിയിട്ട് 500 സ്വലാത്തുൽ ഫാത്തിഹ്. ഫഇന്നൽ മുദാവിമ അലാ ഹാദിഹി ബിൽ ഇദ്നിൽ ഖാസി മിൻ അഹ്ലിഹി. അതിന്റെ ശൈഖന്മാരെ കയ്യിൽ നിന്ന് സമ്മതം വാങ്ങി ഈ അമൽ ചെയ്താൽ യുഫ്തഹു അലൈഹി ലാ മഹാല, നിസ്സംശയം അവൻ അല്ലാഹു തആല ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. ഫത്ഹുൽ ആരിഫീൻ കൊടുക്കും. അവന് ഫത്ഹ് കിട്ടും. മലയാളം അവൻ അല്ലാഹു തആല വാതിൽ തുറന്നു കൊടുക്കും. അല്ലാഹു തുറന്നു കൊടുക്കും. അവന് സിർറും അസ്റാറും ഒക്കെ അല്ലാഹു ഹാദൽ മക്തൂബ് ഫീ ഹാദൽ കിതാബി വമാ ഇൻദി മിനൽ അസ്റാരി വഹസ്ബി ഹസ്ബുക. നിനക്കും എനിക്കും ഇത് മതി. ഇത് എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. ആരെ പറയുന്നു? ഇബ്രാഹിം. ഇതേ ബെയ്ത്ത് ഇബ്രാഹിം നേരം വെളുത്താൽ ഈ ബെയ്ത്ത് ഇതിന്റെ സൂഫി പ്രണയ ഗീതം കേൾക്കുന്ന ആളുകളുണ്ട്, കാവ്യം കേൾക്കുന്ന ആളുകളുണ്ട്. അവർ ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങളുടെ കിതാബാണ് കേൾക്കുന്നത്. അവർ ഈ 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മഹാനാണ്. അല്ല എന്ന് പറഞ്ഞ ഒരാളില്ല. എല്ലാവർക്കും സർവ്വസമ്മതനാണ്. ഇബ്രാഹിം നിയാസ് കൗലഹി റളിയല്ലാഹു അൻഹു.
എല്ലാവരും 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 ആ മനുഷ്യന്റെ നാവിന്റെ മേലെ ഒരു വാക്ക് പറഞ്ഞ ഒരാൾ 20-ാം നൂറ്റാണ്ടിലില്ല. ഇല്ല, ചരിത്രത്തിലില്ല. പഠിക്കാതെ പറയരുത്. പറഞ്ഞാൽ ദുനിയാവാഹം നഷ്ടപ്പെടും. അതിന് മെനക്കെടരുത്. ശ്രദ്ധിക്കണം. ഞാൻ അത് കേട്ടിട്ട് വന്നിട്ട് തിജാനി ത്വരീഖത്ത് ബയ്യത്തിലാലും കാര്യമില്ല. പണിയെടുക്കണം. പഠിച്ചോനെ പേടിക്കണം. ശരിയായിട്ട് പശുവലാകണം. അള്ളാനെ മേൽ പണിയെടുക്കണം. അള്ളാന്റെ സ്മമ്മ പണിയെടുക്കണം. വേറെ ഒന്നിനെ മുഴുവൻ ഒഴിവാക്കണം. അള്ളാഹുവിനെ നീ സൂക്ഷിക്കൽപ്പെട്ടതും അള്ളാഹുവിന് മേൽ ഇഷ്ടിഗാൽപ്പെട്ടതുമാണ് അസ്സലാത്തു അല നബിയിൽ മുസ്തഫ ഫഇന്നഹ മഅ്മൂറത്തുൻ മിനല്ലാഹി തബാറക വതആല. അള്ളാഹ് കൽപ്പിച്ചതാണ് സ്വലാത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചിന്തിക്ക്. സ്വലാത്ത് കൽപ്പിച്ചതാണ്. അതിൽ ഏറ്റവും നല്ല സ്വലാത്ത് ഇന്നതാണ് എന്ന് അതിന്റെ രഹസ്യം അറിയുന്ന ആൾ പറഞ്ഞു തന്നു. അതാണ് തിജാനിയത്ത്. ഗൾഫൊക്കെ പോയാൽ പൈസ ഉണ്ടാവുന്ന ഒരു പൊതുവെ ഒരാളെ കയ്യിലുണ്ട്. പിന്നെ പറഞ്ഞു ഇന്നോടത്ത് പോയിക്കോ, അവിടെ പോണ്ട. മറ്റേ ഒരു പൈസ അങ്ങനെ അങ്ങോട്ടുണ്ട്, അവിടെ പോണ്ട. അത് മര്യാദക്ക് അറബികൾ ശമ്പളം കൊടുക്കാത്ത ഏരിയയാണ്. ഇവിടെ പോയിക്കോ, ഇവിടെ അത്യാവശ്യം ശമ്പളമുണ്ട്, ശമ്പളം മാസത്തിൽ കിട്ടും ചെയ്യും. ഇതന്നെയാണ് ബ്രഹ്മശൈഖന്മാർ പറഞ്ഞു തരിക. സ്വലാത്ത് അള്ളാഹു തആല പറഞ്ഞതാണ്. അത് ഇന്നതാണ് 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 നല്ലത്, ഇന്നതാണ് നല്ലത് മശൈഖന്മാർ പറഞ്ഞു തരും. അത് അള്ളാഹും അവരും തമ്മിലുള്ള ബന്ധമാണ്. അത് മുസ്തഫാന്റെ പേർക്ക് പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖിയാമത്ത് നാൾ വരെ അവസാനിക്കുകയില്ല. ഈ ഒരു കാര്യം ഒരാൾ പ്രാവർത്തികമാക്കിയാൽ തിജാനി മശായിഖന്മാരിൽ നിന്ന് സമ്മതം വാങ്ങി ഒരാൾ നിത്യമായി ഇത് പുലർത്താൻ തയ്യാറായാൽ യുഫ്തഹു അലൈഹി, അവന് ഫതഹ് ലഭിക്കും. ലാ മഹാല, സംശയിക്കണ്ട. മനസ്സിലായില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യം തിജാനിയാവുക. എന്നിട്ട് തിജാനി ഔറാദുകൾ കൃത്യമായി കൊണ്ടുനടക്കുക. എന്തൊക്കെ തിജാനി ഔറാദുകൾ? വിർദു സുബാഹി 10-15 മിനിറ്റ്, വിർദുൽ മസായി 15 മിനിറ്റ്, സംസ്കാരം കഴിഞ്ഞിട്ട്, സുബസ്കാരം കഴിഞ്ഞിട്ട്. ഇനി ഒരാൾ സംസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾക്ക് നേരം കിട്ടിയില്ല, ജോലിയാണ്, എന്നാൽ മഗ്‌രിബിന് ശേഷം ചെയ്തോ, അല്ലെങ്കിൽ ഇശാന് ശേഷം ചെയ്തോ. നേരം വൈകി ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. സുബഹി വരെ സമയമുണ്ട് വിർദിന്. സുബഹിന്റെ വദീഫ വിർദ് ഒരാൾ ചെയ്യാൻ കഴിയില്ല. സുബഹി നിസ്കരിച്ചാൽ മീനിന് വേണം, തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകണം, കുഴപ്പമില്ല. എനിക്ക് മഗ്‌രിബിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്തതാണ്. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ വദീഫ ചെയ്താൽ അതന്നെയാണ്. വദീഫൊക്കെ 20-25 മിനിറ്റ് ഏറെ വന്നാൽ അതാ തിജാനി ഔറാദ്. പിന്നെ നിസ്കരിക്കാൻ നോമ്പുൽക്ക, ശരീഅത്തനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് മഅരിഫത്ത് തുറന്നു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതതിന്റെ അഹ്ലുകാരായ മശായിഖന്മാരും സമ്മതം വാങ്ങണം. ഈ സമ്മതം വാങ്ങിയതിന് ശേഷം നീ എന്ത് ചെയ്യണം? സമ്മതം വാങ്ങുക. ദിവസം 1500 സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം തീരുമാനിക്കുക. എന്തിന്? ഫതഹ് കിട്ടണം, അല്ലാഹ് തുറന്നു കിട്ടണം. അള്ളാഹ് തുറന്നാൽ എന്നെ കയറ്റി തരണം. പിന്നെ പേടിക്കണ്ട, നിനക്ക് ദുനിയാവുണ്ട്, ആഖിറവുണ്ട്. ഹാദിഹി മിനൽ അസ്റാരി മിനൽ അസ്റാ ഹുവ മാ ഇൻദി മിനൽ അസ്റാരി. എൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹസ്ബി, എനിക്കിത് മതിയാവും. വഹസ്ബുക, നിനക്കും ഇത് മതിയാവും. അതേ സമയത്ത് നേരം വെളുക്കാൻ പണിക്കുവാൻ നേരം പോകും. അങ്ങനെയൊക്കെ ആണെങ്കിലോ നടക്കൂല. നേരം വെക്കുമ്പോൾ പണിക്കുവാൻ നേരം പോകും. അപ്പോൾ നമുക്ക് നടക്കും. അതൊക്കെ നടക്കൂല, നടക്കില്ല, കുഴപ്പമില്ല. ഫതഹ് കിട്ടൂല. അങ്ങനെയാണല്ലോ. പെണ്ണ് കെട്ടണമെന്ന് പൂതിയുണ്ട്. അറബ് നാട്ടിൽ കിട്ടൂല. പിന്നെ കേരളത്തിൽ നാട്ടിൽ വരണം. അങ്ങനെയാണെങ്കിൽ പൊരിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ കഫീലെ ഏൽപ്പിച്ചതാണ്. അവർ രാവും പകലും തിരക്കുവാണ്. കഫീലിന് പിന്നെ ഇല്ലാതെ വിശ്വാസമല്ല. അപ്പോൾ കച്ചവടമാണ്. അപ്പോൾ അവൻ്റെ കെട്ട നിങ്ങളും മനസ്സിലായില്ല. പിന്നെ കൂറ് കൂട്ടി സൂപ്പർ മാർക്കറ്റിൽ കഫീൽ 10% നിനക്കും 90% നിൽക്കും ശമ്പളം തരാം. ഓ, അപ്പോൾ ശമ്പളമായി, കമ്മീഷനായി, ലാഭം. പക്ഷെ എന്നെ നോക്കണം. നേരം വെളുത്താലും വൈകുന്നേരമായാലും സൂപ്പർ മാർക്കറ്റ് വന്നെ നോക്കണം. അപ്പം നാട്ടുകാർ 1-2 മാസത്തിന് വരണം. വന്നിട്ട് ഇവിടെ പെണ്ണ് തിരയണം, കണ്ടെത്തണം. മനസ്സിലായില്ലേ? ഇത് കുറേ പേര് പോയിട്ട് കളർ വെള്ളം കുടിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ നീ എത്ര ചെയ്യണം. എന്നിട്ട് ആ കളർ വെള്ളമൊക്കെ പള്ളിയിലാക്കണം. അത് വയറിളക്കി കളയാനുള്ള മരുന്ന് വേറെ വാങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ടോ എന്ത് ചെയ്യണം? കുറച്ച് പൈസക്ക് ചിലവാക്കണം. അപ്പം 2 മാസം സൂപ്പർ മാർക്കറ്റിൽ വന്ന് നിൽക്കണം. ചിലപ്പോൾ അപ്പോൾ കഫീന് ദേഷ്യം വരും ചെയ്യാം. ഓൻ എന്നെപ്പോലത്തെ നേരെ അടുത്ത അവറാനോട് പറയും, 10% നിനക്ക് തന്നിട്ടുണ്ട്, ഓനെ ഞാൻ ഒന്നും കൊടുക്കൂല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാകാം. പെണ്ണിട്ടേ പോലെ എന്ത് പോയി? ജോലിയും പോയി, കമ്മീഷനും പോയി. പിന്നെ ഇജും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പം മുഖ്യമന്ത്രിൻ്റെ കിറ്റ് കിട്ടേണ്ടി വരും. പിന്നെ ജീവിച്ചു പോകണമെങ്കിൽ ആയിക്കോട്ടെ. എന്നാൽ പെണ്ണിട്ടി, എന്നാലും കിട്ടിയില്ല, പെണ്ണിട്ടില്ല, കുഴപ്പമില്ല.
എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. നിക്കാഹ് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കണം ആയത്തതാ. നിക്കാഹിക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്, പാവപ്പെട്ടവരാണെങ്കിലും യുഗനീഹിമുള്ളവൻ അള്ളാഹു നിയമത്ത് കൊടുക്കും. ആയിക്കോട്ടെ, പാവ ആയത്ത് മതി, നമുക്ക് ചാരണം കൊണ്ട് അങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാം. എന്തെങ്കിലും കിട്ടും, പേടിക്കണ്ടേ. പൈസ കുറച്ച് കുറയും, എന്നാലും എങ്ങനെയും ജീവിച്ചു. എന്തും കിട്ടി, പെണ്ണും കിട്ടി, കുട്ടികളും കിട്ടി. പിന്നെ ഈ കൂട്ടത്തിലെ കുട്ടികൾ വളർന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി ഇടും. പിന്നെ ഒരു വലിയ 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 പെട്ടി പൈസ അങ്ങോട്ട് കൊടുത്തേക്കും. മനസ്സിലായില്ല? അപ്പം ആളായി നടക്കാം. ഇപ്പം തന്നെ ആളായി നടക്കണമെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ജോലി ഒഴിവാക്കി പോരേണ്ടി വരും. രണ്ടും കൂടി നടക്കൂല. നേരെ പോലത്തെ പണിക്കോ കണ്ടിട്ട് സ്ഥലം നമുക്ക് നടക്കൂല. കുഴപ്പമില്ല, നടക്കൂല, ഫത്ത് കിട്ടൂല എന്നേ ഉള്ളൂ. ലോകം എന്താണെന്നൊന്ന് തിരിയ എന്താണെന്ന് തിരിയ. ഇത് പറഞ്ഞു കേട്ടപ്പോലെ അള്ളാഹു ഏകനാണ്. ഈ ലോകത്തൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. മുത്തനബി അള്ളാഹ് റസൂലാണ്. അത് അള്ളാഹു തല തുറന്നാൽ കാണിച്ചു കൊടുക്കും. അതാണ് ഫത്ത് കിട്ടൽ. മറ്റത് കേട്ടിമ കേൾക്കേണ്ടി വരും. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാൻ്റെ അവിടെ വെച്ച സൽക്കാരത്തിന് വെച്ച നെയ്ച്ചോറ് നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങാടിന്ന് ഒരാൾ അപ്പൊ കേട്ടോന്ന് ചോദിച്ചു തിന്നോ? ഇല്ല. എന്തേ? പിന്നെ എങ്ങനെ പറഞ്ഞു? തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയോൻ പറഞ്ഞതാണ്. മനസ്സിലായില്ല? തങ്ങൾ പാപ്പാന്റെ കൂടെ പോയ ആൾ തിന്നിട്ട് ഇവനോട് പറഞ്ഞതാണ് ഇവൻ പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്നത്തെ വയറിൽ തിരിഞ്ഞില്ല, തിന്നിട്ടില്ല, പുറത്തു പറയണ്ട. നമ്മളങ്ങനെ അള്ളാഹു ഏകനാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. നമ്മൾക്ക് ബോധമല്ല. നമ്മളങ്ങനെ തങ്ങൾ പാപ്പാന്റെ പറകുട്ടി തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയ ഒരു തിന്ന വർത്താനം പറഞ്ഞു. എന്ത് നെയ്ച്ചോറ് രസം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അങ്ങാടിന്ന് മോലാൻ്റെ അടുത്ത് നെയ്ച്ചോറ് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ തിന്നിട്ടില്ല. തങ്ങളാപ്പാനൊപ്പം പോയി പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെ ഇന്നത്തെ വയലിൽ 99.3 എന്നല്ല 100% എന്ന് പറയുന്ന വയലുകളും തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവർ പറഞ്ഞ് കേട്ട നെയ്ച്ചോറിന്റെ കഥ മാത്രമാണ്. എന്നാൽ അള്ളാഹിന്റെ മഹത്തുക്കളുള്ള വയൽ അങ്ങനെയല്ല. അവർ ആരിഫീങ്ങളാണ്. പേര് ആരിഫ് എന്ന് വെച്ചുകൊണ്ട് കാര്യമല്ല. എൻ്റെ നാട്ടിൽ ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊരു സ്ഥാപനമുണ്ട്. അതുകൊണ്ട് ആരിഫ് ആവില്ല. മനസ്സിലായില്ലേ? ആരിഫ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടാവും, കുഴപ്പമില്ല. ആരിഫ് ആവില്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രഹസ്യം അള്ളാഹ് ശരിക്കും കാണിച്ചു കൊടുത്തു. ആരിഫീങ്ങളും സാദാത്യങ്ങളും ആരിഫീങ്ങളും പങ്കെടുക്കുന്നു എന്ന് നോട്ടീസിൽ എഴുതി പറ്റി വെച്ചുവിടാം. അതുകൊണ്ട് അവിടെ ആരിഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതൊക്കെ അവിടെ കിട്ടാവുന്ന ഒരു മാർഗങ്ങൾ എങ്ങനെ പൈസ കളക്ട് ചെയ്യും എന്ന വിഷയത്തിൽ കമ്മിറ്റിക്കാർ എന്തും കൂടി എഴുതി ആരിഫീങ്ങളും പങ്കെടുക്കുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാലോ. അത്രയേ ഉള്ളൂ. നോട്ടീസിൽ ആരിഫ് എന്ന് എഴുതിയോണ്ട് ഒന്നും കാര്യമല്ല. അല്ലാഹ് മാരിഫത്ത് കൊടുക്കണം. തുറന്നു കൊടുക്കും. പിന്നെ ഈ ലോകം മുഴുവനും പറഞ്ഞു അല്ലല്ല എന്ന് പറഞ്ഞാലും ഓനെ അറിയില്ല. അള്ളാഹുണ്ട് കണ്ടതാണ്. അള്ളാഹുണ്ട് എന്ന് അവൻ കണ്ടു. അതെങ്ങനെ എനിക്കറിയില്ല. അള്ളാഹ് തുറന്നു കൊടുക്കും. അതിമല്ലായ്മായാൽ എന്ന് ഒരു ദിവസം അള്ളാഹ് തുറന്നു കൊടുക്കും. മനസ്സിലായില്ലേ? ഇത് ഇബ്രാഹിം യാസിർ കൗലഹീതങ്ങൾ എഴുതിയ. പക്ഷെ എന്ത് വേണം? നീ ആരെ പിടിക്കണം? അള്ളാഹിനെ പിടിക്കണം. അതെല്ലാത്തിനും മുഴുവനും നീ ഒഴിവാക്കണം. കൂടുതൽ ചെല്ലണം. എന്നാ നീ പിടിക്കണം.